സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആൻറ്റിയമ്മയുടെ കൈയും കാലും പിടിക്കാൻ മാനസ എത്തിയിരിക്കുകയാണ്. ആൻറ്റിയമ്മയെ സോപ്പിട്ട് സാഗറിൻ്റെ തീരുമാനം മാനസയ്ക്ക് എതിരാണെങ്കിൽ അത് അനുകൂലമാക്കി എടുക്കുക എന്നതാണ് ലക്ഷ്യം. ആൻറ്റിയമ്മയുടെ വാക്കുകൾ സാഗർ ഒരിക്കലും തള്ളിക്കളയാൻ സാധ്യതയില്ലെന്ന് മാനസയ്ക്കറിയാം. അതിനായി ആൻറ്റിയമ്മയോട് താൻ തീർത്തും നിരപരാധിയാണെന്നും അപരാധികൾ മഹേഷും ദേവജിയും കൺമണിയുമാണെന്ന് വരുത്തി തീർക്കാനും മാനസ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മാനസയുടെ വാക്കുകളൊക്കെ കേൾക്കുകയും ഏതാണ്ടൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ടെങ്കിലും സാഗറിൻ്റെ തീരുമാനത്തിനെതിരായി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർ തീർത്ത് പറയുന്നുണ്ട്. പക്ഷേ ആൻറ്റിയമ്മ ഇങ്ങനെ പറഞ്ഞ് കൈയൊഴിയും തന്നെയെന്ന് മാനസ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഒരു അടവ് തന്നെ മാനസ പുറത്തെടുക്കുന്നുണ്ട്. അതായത് ആത്മഹത്യാ ഭീഷണി. എല്ലാവർക്കും മുന്നിൽ തോറ്റിട്ട് ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നില്ലെന്ന് പറഞ്ഞ് കപട ദേഷ്യം അഭിനയിച്ച മാനസ പോവാണ്. ഇത് കേട്ട് ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ ആൻറ്റിയമ്മ. പിന്നീട് വരുണിനെ അയാളുടെ കൂടെയുള്ള ഗുണ്ട ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ നടത്തുന്നുണ്ട്. ബോർഡ് മീറ്റിംഗ് സാഗറിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കൺമണി, ദേവജി, മഹേഷ് എല്ലാവരും ഉണ്ട് കേട്ടോ സാഗറിൻ്റെ മുന്നിൽ. കൃഷ്ണനെ പോലെ തന്നെ എല്ലാവരും ആകാംക്ഷയിലാണ് സാഗറിൻ്റെ തീരുമാനം അറിയാനായിട്ട്. മാനസയും സോഫിയും അവിടെ ഉണ്ട്. ആ സമയത്താണ് ജയമോഹൻ വരുന്നത്. അയാളുടെ ഭാര്യയുടെ നിർബന്ധപ്രകാരം മാനസയ്ക്ക് വേണ്ടി അനുകൂല നിലപാട് സാഗറിനെ കൊണ്ട് എടുപ്പിക്കുക എന്നത് തന്നെയാണ് അയാളുടെ ലക്ഷ്യം. അതിനായിട്ട് ഒരു മാർഗം കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ ജയമോഹൻ. അതുകൊണ്ടാണ് അയാൾ ബോർഡ് മീറ്റിങ്ങിലെ ഭൂരിപക്ഷം അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ തീരുമാനമെടുക്കാൻ പറ്റൂ എന്ന് പറയുന്നത്. ബോർഡ് മെമ്പർമാരിൽ ഒരാൾ തന്നെയാണ് ആൻറ്റിയമ്മയും. അതുകൊണ്ട് ആൻറ്റിയമ്മയെ ഉദ്ദേശിച്ച് തന്നെയാണ് അയാൾ അത് പറഞ്ഞത്. ആൻറ്റിയമ്മയോട് അഭിപ്രായം ചോദിക്കണമെന്നും അയാൾ പറയുന്നുണ്ട്. മാനസ ആത്മഹത്യ ഭീഷണി മുഴക്കി പോയതിന് ശേഷം അല്ലെങ്കിൽ മാനസയെ തന്നെ പിടിച്ചു നിർത്തി സാഗറിനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നും അവർ പറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസോടെ അയാൾ പറഞ്ഞത്. സാഗറാണെങ്കിൽ ആൻറ്റിയമ്മയെ വിളിച്ച അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അതിനു മുൻപ് കൃഷ്ണനോട് മാനസയെ പുറത്താക്കാൻ MDക്ക് ഇത്ര ആവേശം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ആവേശമൊന്നുമല്ല, ഒരു സ്ഥാപനത്തിൻ്റെ അച്ചടക്കമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നും കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ. കൃഷ്ണ എന്തിനാണെന്ന് അറിയില്ല, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണോ എന്നും അറിയില്ല. കൺമണി തലേ ദിവസം രാത്രി തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ.